Good morning students, welcome back to my video class. Next proportion chapter, second question ആണ് ചെയ്യുന്നത്. The area of A0 paper is 1 square meter. Calculate the length of the sides of A4 sheet. Paper correct to millimeters using a calculator. ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. A4 ഷീറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്തറിയണം? A4 ഷീറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. പക്ഷേ A4 ഷീറ്റ് എങ്ങനെയാണ് കിട്ടുക? A0 പേപ്പറാണ്. അപ്പോൾ അതിന് നിങ്ങൾ A0 പേപ്പർ എന്ന് പറഞ്ഞാൽ അതാണ് A0 പേപ്പർ എന്ന് വിചാരിക്കാം. അതിന് 1 മീറ്റർ വൈഡും 1 മീറ്റർ ലെങ്ത്തും. അതായത് നമുക്ക് പ്രസ്സിലൊക്കെ കിട്ടുന്ന സ്ക്വയർ പേപ്പർ ഉണ്ടാവും. അത് അവർ ഫോൾഡ് ചെയ്ത് 8 പാർട്ടാക്കിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിലൊരു പീസാണ് നമുക്ക് എന്ത് ചെയ്യുക A4 പേപ്പറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 1 മീറ്ററാണ് ഉണ്ടാവും. ആ ലെങ്ത്തും ബ്രെഡ്ത്തും 1 മീറ്റർ ആയിട്ടുള്ള സ്ക്വയർ പേപ്പറാണ്. അപ്പോൾ അതിനെ ഞാൻ ഫോൾഡ് ചെയ്തു ഇങ്ങനെ മാറ്റി. അപ്പോൾ അതെന്തായി മാറി? സ്ക്വയർ പേപ്പർ റെക്റ്റാങ്കിൾ ഷീറ്റായിട്ട് മാറി. അതിൻ്റെ ലെങ്ത്ത് 1ഉം ബ്രെഡ്ത്ത് എന്തായി മാറും? ഹാഫായി മാറും. അപ്പോൾ ആ പേപ്പർ ഫസ്റ്റ് A0 പേപ്പറിന്നു ഇത് A1 ആയി. A1 വീണ്ടും കട്ട് ചെയ്താൽ വീണ്ടും സ്ക്വയർ പേപ്പറായി മാറും. സ്ക്വയർ പേപ്പറാണ്, ഹാഫ് മീറ്റർ ആയിട്ടാണ് വരുന്നത്. ആ A1 പേപ്പർ A2 ആയി മാറി. ഈ കഷ്ണം അതായത് A0 പേപ്പറിനെ 2 പാർട്ടാക്കി മാറ്റി. അതിൽ ഫസ്റ്റ് പാർട്ടിനെ A1 ആക്കി. ആ A1 വീണ്ടും ഡിവൈഡ് ചെയ്ത് 2 ആക്കി മാറ്റി. അപ്പോൾ 2 ആക്കി മാറ്റിയപ്പോൾ കിട്ടുന്ന പീസ് A2 ആണ്. ആ A2 ഹാഫ് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഈ A2 പേപ്പറിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും. ഹാഫും 1/4 മാറും. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് അങ്ങനെയും മാറും. അപ്പോൾ ഈ കിട്ടുന്ന പേപ്പറാണ് A3 പേപ്പർ. A3 പേപ്പർ. ആ A3 പേപ്പറിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സ്ക്വയർ പേപ്പർ പോലെ വരും. ആ പേപ്പറാണെന്ത് A4 പേപ്പർ എന്ന് പറയും. അപ്പോൾ ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. ലെങ്ത്തും ബ്രെഡ്ത്തും ഡിഫറെൻ്റായി മാറാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? A0 പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ട് A1 ആയി. അപ്പോൾ ഞാനൊരു പേപ്പർ വീണ്ടും വരയ്ക്കുകയാണ്. A0 പേപ്പറാണെന്ന് വിചാരിക്കാം. അതിനെ A0 പേപ്പറിനെ ഡിവൈഡ് ചെയ്തപ്പോൾ A1 ആയി മാറി. ആ A1 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് A2 ആകും. A2 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ A3 ആയി മാറും. ആ A3 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? A4 ഷീറ്റ്. അപ്പോൾ ഇതാണ് A4 ഷീറ്റ് കിട്ടുന്നത്. അതായത് ഈക്വൽ 8 പീസാക്കി മാറ്റിയിട്ട് ആ പീസിന് ഒരു പീസാണ് എന്ത് പറയാം? A4 ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഏരിയ ഓഫ് A0 പേപ്പർ അറിയാം. അപ്പം നമുക്ക് അവിടുന്ന് തുടങ്ങാം. ഏരിയ ഓഫ് A0 പേപ്പർ. A0 പേപ്പർ എത്രയായിരുന്നു? 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ആയിരുന്നു. 1 മീറ്റർ സ്ക്വയറാണ് വരിക. അപ്പം ഏരിയ ഓഫ് A1 എന്തായി മാറും? A1 പേപ്പർ ഇതിൻ്റെ 1ൻ്റെ ഹാഫായി മാറും. ഹാഫാക്കി കട്ട് ചെയ്യും. 1/2 മീറ്റർ സ്ക്വയർ വരും. ഏരിയ ഓഫ് A2 പേപ്പർ അപ്പം എന്തായി മാറും? അതിന് വീണ്ടും ഹാഫാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഹാഫ് ഡിവൈഡ് ചെയ്താൽ അത്ര വരും. 1/4 മീറ്റർ സ്ക്വയർ വരും. അപ്പോൾ A3 പേപ്പർ എന്തായി മാറും? A3 പേപ്പർ 1/4നെ വീണ്ടും ഹാഫ് എടുക്കും. അപ്പോൾ ഹാഫ് എടുക്കുന്നതാണ് ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 1/8 മീറ്റർ സ്ക്വയർ വരും. ഏരിയ ഓഫ് A4 പേപ്പർ. ഏരിയ ഓഫ് A4 പേപ്പർ എന്നാണ് 1/8നെ വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 1/16 മീറ്റർ സ്ക്വയർ ആണ്. അതായത് 16ൽ 1 പാർട്ടാണ്. ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 1/16 മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് A4 ഷീറ്റിൻ്റെ പേപ്പർ വരും. പക്ഷെ നമുക്ക് A4 ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും കുറച്ച് വ്യത്യാസം കാണാം. ലെങ്ത്തും കുറച്ച് കൂടുതലുണ്ടാവും ബ്രെഡ്ത്തിനേക്കാൾ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പേപ്പറിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ലെങ്ത് ഈസ് √2 ടൈംസ് ഓഫ് ബ്രെഡ്ത്ത് ആണ്. അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാണ്ട് ലെങ്ത് എന്തായി വരും? ലെങ്ത് എന്താണ്? √2 ടൈംസ് ഓഫ് breadth.
ബ്രെഡ്ത്ത് എന്ന് പറയാം. അപ്പം ലെങ്ത് √2x. ബ്രെഡ്ത്ത് നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ലെങ്ത് എന്തായി മാറും? √2x ആവും. എന്താ വരിക? √2x. നമുക്കറിയാം ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് നമുക്ക് ഓൾറെഡി അറിയാം 1/16 ആണ്. ലെങ്ത് √2xഉം ബ്രെഡ്ത്ത് എക്സും 1/16 ആണ് വരുന്നത്. ലെങ്ത്തിൻ്റെ സ്ഥാനത്ത് √2xഉം ബ്രെഡ്ത്ത് ഓൾറെഡി എക്സ് ആണ് എടുത്തത്. പക്ഷെ ആ ഏരിയ നമുക്കറിയാം 1/16 പാർട്ടാണെന്നുള്ളത്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്താ? x². √2x 1/16 ആണ്. അപ്പോൾ x² എന്താ വരിക? 1/16/√. ഇൻറ്റു റൂട്ട് എന്നുള്ള ഇവിടേക്ക് വരുമ്പോൾ ഡിവൈഡ് ബൈ ആവും. അല്ലെങ്കിൽ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഡിവൈഡ് ബൈ 1/√2 ആണ്. ഡിവൈഡ് ബൈ √2 ആണ്. ആ 1/16 ഇൻറ്റു നോക്കുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/16√2 എന്നാണ് വരിക. x² ആണ് 1/16√2. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? ഒരു A0 പേപ്പർ എടുത്തു, അതിനെ രണ്ടാക്കി കട്ട് ചെയ്തു, A1 കിട്ടി. A1 ഡിവൈഡ് ചെയ്യുമ്പോൾ A2 ആണ്. ആ A2 ഡിവൈഡ് ചെയ്താൽ വീണ്ടും A3 പേപ്പർ വരും. ആ A3 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് A4 ഷീറ്റ് കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഏരിയ ഹാഫായി പോവും. പക്ഷെ നമുക്ക് ഏരിയ കാണാൻ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അത് വെച്ച് നോക്കുമ്പോൾ x² 1/16√2 ആണ് വരുന്നത്. x² ഈസ് ഈക്വൽ ടു 1/16 ഇൻറ്റു √2ൻ്റെ വാല്യൂ 1.414. √2ൻ്റെ വാല്യൂ എത്രയാണ്? 1.414. ഇനി എന്ത് ചെയ്യുക? അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 441 22.624 വരും. 16 1.414 ഉണ്ട്. 16 1.414 ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 22.624 വരും. ആ 22.624 1/22.624 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.0442 ആണ് വരിക. അത് ഞാൻ എന്ത് ചെയ്യാണ്? അപ്രോക്സിമേഷൻ ആയിട്ട് 0.0441 എഴുതാം. കാരണം നമുക്കറിയാം 441ൻ്റെ റൂട്ട് 21. അപ്പോൾ അതിനനുസരിച്ച് അപ്രോക്സിമേഷനായിട്ട് എഴുതും. റൂട്ട് അറിയുന്ന നമ്പർ 442ൻ്റെ x² ഈക്വൽ ടു 0.0442 നിങ്ങൾക്ക് ഈക്വലായിട്ട് ചെയ്യുകയാണെങ്കിൽ 0.2103 ആണ് വരിക. ഡെസിമൽ 0.2103 മീറ്റർ ആണ് വരിക. അപ്പോൾ എന്ത് വരും? 21.02 ആണ് വരിക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? കറക്റ്റായിട്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് 441 അറിയാം. ആ 41ൻ്റെ 0.021 വരും. മീറ്ററാണ്. മീറ്ററിന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറും? 21 സെൻറ്റിമീറ്റർ വരും. എല്ലാം ഇത് മുഴുവൻ എഴുതാണെങ്കിൽ 21.023 വരും. അപ്പോൾ എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്ത് കാണാം. ബ്രെഡ്ത്താണ് കിട്ടിയത്. അപ്പോൾ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ √2x ആണ്. √2 1.414ഉം എക്സ് നമുക്കിപ്പോൾ കിട്ടിയ 21 എടുക്കാം. അപ്പോൾ 21 എടുത്ത് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? ഒരു 29.7 ആണ് അപ്രോക്സിമേഷനായിട്ട് വരിക. 29.7. അതായത് ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 21.023 ഇൻറ്റു 1.414 ചെയ്യുമ്പോൾ 29.726 സെൻറ്റിമീറ്റർ ആണ് വരിക. അപ്പോൾ നിങ്ങൾ അപ്രോക്സിമേഷൻ എടുക്കുന്നതുകൊണ്ട് 29.7 ആണ് അപ്രോക്സിമേഷൻ വാല്യൂ വരിക. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? A4 ഷീറ്റ് എടുക്കുക, ലെങ്ത്തും ബ്രെഡ്ത്തും അളന്ന് നോക്കുക. അപ്പോൾ ലെങ്ത്ത് നിങ്ങൾക്ക് 29.7ൻ്റെ അടുത്തുണ്ടാവും. 30 സെൻറ്റിമീറ്റർ ഉണ്ടാവില്ല. ബ്രെഡ്ത്ത് ഒരു 21 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 21 ഇത്തിരി കൂടുതലോ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് A4 ഷീറ്റിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി. ഇൻ കാൽസ്യം കാർബണേറ്റ്, ദ മാസ് ഓഫ് എ കാൽസ്യം കാർബൺ ആൻഡ് ഓക്സിജൻ ആർ ഇൻ ദ റേഷ്യോ 10:3:12. 10:3:12. ഏതൊക്കെയാണ് കാൽസ്യം കാർബണേറ്റിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട്? കാൽസ്യം കാർബണേറ്റ് നിങ്ങൾക്കറിയാം, കാക്കോ3 എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. കാൽസ്യം, കാർബൺ, ഓക്സിജൻ കമ്പൈൻ ചെയ്താൽ കിട്ടുന്നതാണ് കാൽസ്യം കാർബണേറ്റ്.
അതിൽ കാൽസ്യത്തിൻ്റെ കാർബണിൻ്റെ ഓക്സിജൻ്റെ റേഷ്യോ. കാൽസ്യം, പിന്നെ കാൽസ്യം, കാർബൺ, ഓക്സിജൻ. മുഴുവനായിട്ട് എഴുതുക. കാൽസ്യം, കാർബണും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ 10:3:12. അത് തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നതാണ് when 150 gram of components, ടോട്ടൽ വെയിറ്റ് നോക്കിയപ്പം 150 components ആണ്, വാസ് അനലൈസ് ചെയ്ത് നോക്കിയപ്പം ഇറ്റ് വാസ് ഫൗണ്ട് ടു കണ്ടെയ്ൻ 60 gram ഓഫ് കാൽസ്യം. കാൽസ്യം എത്രയാണ് വരുന്നത്? 60 gram. പിന്നെ കാർബൺ 20 gram. ഓക്സിജൻ 70 gram. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 150 gram ആണുള്ളത്. ആ 150 ഗ്രാമിന് എത്രയും ഗ്രാം വെയിറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്താണ്? കാൽസ്യം, കാർബൺ, ഓക്സിജൻ എന്നിവയുടെ റേഷ്യോ 60:20:70. എല്ലാത്തിലും ക്യാൻസൽ ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? 6:2:7 ആണ് വരും. നമ്മുടെ കാൽസ്യത്തിൻ്റെയും കാർബണിൻ്റെയും റേഷ്യോ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ 10:3:12 ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. പക്ഷെ നമ്മളൊരു കോമ്പൗണ്ട് എടുത്തപ്പോൾ കാൽസ്യം കാർബണേറ്റിൻ്റെ ഒരു കോമ്പൗണ്ട് എടുത്ത് അനലൈസ് ചെയ്തപ്പോൾ റേഷ്യോ എത്ര കിട്ടിയത്? 6:2:7. ഇത് പ്രൊപ്പോർഷൻ ആണോ എന്നാണ് ചോദിച്ചത്. ഇത് പ്രൊപ്പോർഷൻ ആവോ? ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആണോ? അല്ല. അതുകൊണ്ട് കാൽസ്യം കാർബണേറ്റ് കോമ്പൗണ്ട് റെഡിയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു കാൽസ്യം കാർബണേറ്റിൻ്റെ മാസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്, ഇതാണെന്ന്. പക്ഷെ വേറൊരു കോമ്പൗണ്ടും അനലൈസ് ചെയ്ത് 150 ഗ്രാമുള്ള ഒരു കോമ്പൗണ്ട് കാൽസ്യം കാർബണേറ്റ് അനലൈസ് ചെയ്തപ്പോൾ അതിൻ്റെ റേഷ്യോ കിട്ടിയത് 6:2:7 ആണ്. ഈസ് ഇറ്റ് എ കാൽസ്യം കാർബണേറ്റ് എന്നാണ് ചോദ്യം. ഇതൊരു കാൽസ്യം കാർബണേറ്റ് ആവോ? ഇല്ല. ഇതിൻ്റെ റേഷ്യോ മാറിയത് കൊണ്ട് കാൽസ്യം കാർബണേറ്റിൻ്റെ റേഷ്യോ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കിട്ടണം. ഇവിടെ കാൽസ്യം കാർബണേറ്റിൻ്റെ റേഷ്യോ മാറിയത് കൊണ്ട് ഇതെന്തല്ല കാൽസ്യം കാർബണേറ്റ് ആവോ? ഇല്ല. അതുകൊണ്ട് ഇത് പ്രപ്പോർഷൻ ആയാൽ മാത്രമേ കാൽസ്യം കാർബണേറ്റ് ആവും. ഇപ്പോൾ 10:3:12 തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റേഷ്യോ ഉണ്ടാവണം 10:3:12 ആവണം. എന്നാൽ മാത്രമേ അത് എന്തായി മാറുള്ളൂ? ഒറിജിനൽ കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറുള്ളൂ.